തെളിഞ്ഞതും തണുപ്പുള്ളതുമായ പ്രഭാതം. പ്രഭാതത്തിന്റെ അവസാനത്തിൽ സൂചന നൽകുന്ന ഒരു തെളിച്ചത്തോടെ ആരംഭിച്ചു. വേനൽക്കാലം. അവർ പുലർച്ചെ ഒരു മനുഷ്യനെ ശിരഛേദം ചെയ്യുന്നത് കാണാൻ പുറപ്പെട്ടു. ആകെ 20 പേർ. ബ്രാൻ സവാരി ചെയ്യുന്നു അവർക്കിടയിൽ, ആവേശത്തോടെ പരിഭ്രാന്തരായി. ഇതാദ്യമായാണ് അദ്ദേഹത്തെ വൃദ്ധനായി കണക്കാക്കുന്നത്. രാജാവിന്റെ നീതി നടപ്പാക്കുന്നത് കാണാൻ യജമാനനായ പിതാവിനോടും സഹോദരന്മാരോടും ഒപ്പം പോകാൻ ഇത് മതിയാകും. അതായിരുന്നു വേനൽക്കാലത്തിന്റെ 9ാം വർഷവും ബ്രാൻഡ് ജീവിതത്തിലെ 7ാം വർഷവും. ആ മനുഷ്യനെ കുന്നുകളിലെ ഒരു ചെറിയ ഹോൾഡ് ഫാസ്റ്റിന് പുറത്തു കൊണ്ടുപോയി. റോബ് വിചാരിച്ചു, അവനൊരു അദ്ദേഹത്തിന്റെ വാൾ മതിലിനു പുറത്തുള്ള രാജാവായ മാൻസ് റെയ്ഡറിനോട് സത്യപ്രതിജ്ഞ ചെയ്തു. അത് ബ്രാൻസ് ഉണ്ടാക്കി. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചർമ്മത്തിൽ ചുളിവുകളുണ്ടാകുന്നു. ഓൾഡ് നാൻ അവരോട് പറഞ്ഞ അടുപ്പ് കഥകൾ അദ്ദേഹം ഓർത്തു. അടിമകളും കൊലയാളികളും കള്ളന്മാരും ക്രൂരന്മാരായ മനുഷ്യരായിരുന്നുവെന്ന് അവർ പറഞ്ഞു. അവർ യോജിച്ചു. ഭീമന്മാരും പിശാചുക്കളും രാത്രിയിൽ പെൺകുട്ടികളെ മോഷ്ടിച്ചു, മിനുക്കിയതിൽ നിന്ന് രക്തം കുടിച്ചു കൊമ്പുകൾ. അവരുടെ സ്ത്രീകൾ ലോങ് നൈറ്റിൽ മറ്റുള്ളവരുമായി കിടന്ന് ഭയങ്കരമായ പകുതി മനുഷ്യരുടെ മക്കൾ. എന്നാൽ അവർ കണ്ടെത്തിയ ആ മനുഷ്യൻ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ മതിലിനോട് ചേർന്ന് രാജാവിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നീതി പഴയതും വൃത്തികെട്ടതുമായിരുന്നു. റോബിനേക്കാൾ ഉയരമുള്ളതായിരുന്നില്ല. അദ്ദേഹത്തിന് 2 ചെവികളും നഷ്ടപ്പെട്ടു, തണുപ്പിലേക്ക് വിരൽ. അവനെല്ലാം കറുത്ത വസ്ത്രം ധരിച്ചു. നൈറ്റിന്റെ ഒരു സഹോദരനെപ്പോലെ സൂക്ഷിക്കുക. അയാളുടെ രോമങ്ങൾ ചീഞ്ഞതും എണ്ണമയമുള്ളതുമായിരുന്നു എന്നതൊഴിച്ചാൽ. തന്റെ യജമാനൻ എന്ന നിലയിൽ തണുപ്പുള്ള പ്രഭാതവാദത്തിൽ മനുഷ്യന്റെയും കുതിരയുടെയും ശ്വാസം കലർന്നു. അച്ഛൻ ആ മനുഷ്യനെ ചുമരിൽ നിന്ന് മുറിച്ചുമാറ്റി അവരുടെ മുന്നിൽ വലിച്ചിഴച്ചു. റോബും ജോനും അവരുടെ കുതിരകളിൽ ഉയരത്തിലും നിശ്ചലമായും ഇരുന്നു. ബ്രാൻ അവരുടെ ഇടയിൽ കുതിരപ്പുറത്ത്, പ്രായമായതായി തോന്നാൻ ശ്രമിച്ചു, 7ലും കൂടുതൽ. ഇതെല്ലാം താൻ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് നടിക്കാൻ ശ്രമിക്കുന്നു. ചെറുതായി വീശുന്ന ഒരു കാറ്റ് വാതിൽ മുറുകെ പിടിക്കുക. അവരുടെ തലയ്ക്ക് മുകളിൽ സ്റ്റാർക്സ് ഓഫ് വിന്റർഫെല്ലിന്റെ ഒരു ചാരനിറത്തിലുള്ള പതാക ഉയർത്തി. ഒരു ഐസ് വൈറ്റ് ഫീൽഡിലുടനീളം ഡയർവോൾഫ് റേസിംഗ്. തവിട്ടുനിറമുള്ള നീണ്ട മുടിയിഴകൾ കാറ്റിൽ ഇളകിക്കൊണ്ടിരുന്ന ബ്രാൻഡ് പിതാവ് തന്റെ കുതിരപ്പുറത്ത് സത്യസന്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തു മുറിച്ച താടി വെളുത്ത നിറത്തിൽ വെടിവെച്ചതിനാൽ 35 വയസ്സിന് മുകളിൽ പ്രായമുള്ളതായി തോന്നി. ഇന്ന് അദ്ദേഹത്തിന്റെ ചാരനിറമുള്ള കണ്ണുകളിൽ കഠിനമായ കഷണങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം വൈകുന്നേരത്തെ തീപിടുത്തത്തിനു മുൻപ് നായകന്മാരുടെയും മക്കളുടെയും പ്രായത്തെക്കുറിച്ച് മൃദുവായി സംസാരിക്കുമെന്ന് തോന്നിയില്ല. അവൻ പിതാവിന്റെ മുഖം ഊരിമാറ്റി. ബ്രാൻ ചിന്തിച്ചു. സ്റ്റാർക്ക് പ്രഭുവിന്റെ മുഖം ധരിച്ചു വിന്റർഫെല്ലിൽ നിന്ന്. പ്രഭാതത്തിലെ തണുപ്പിൽ അവരെ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് ബ്രാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഭൂരിഭാഗവും ഓർക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ അദ്ദേഹത്തിന്റെ യജമാനന്റെ പിതാവ് ഒരു കൽപ്പന നൽകി. അദ്ദേഹത്തിന്റെ 2 കാവൽക്കാർ വൃത്തികെട്ട മനുഷ്യനെ ഇരുമ്പുവടിയിലേക്ക് വലിച്ചിഴച്ചു സ്ക്വയറിന് മധ്യത്തിൽ. അവർ അവന്റെ തല കഠിനമായ കറുത്ത മരത്തിൽ അമർത്തി. കർത്താവ് എഡാർഡ് സ്റ്റാർക്ക് ഇറങ്ങുകയും അദ്ദേഹത്തിന്റെ വാർഡ് തിയോൺ ഗ്രേജോയ് വവാൾ പുറത്തെടുക്കുകയും ചെയ്തു. ഐസ് എന്ന് ആ വാളിനെ വിളിച്ചിരുന്നു. അതൊരു മനുഷ്യന്റെ കൈപോലെ വീതിയുള്ളതും റോബിനേക്കാൾ ഉയരമുള്ളതുമായിരുന്നു. വാലിറിയൻ സ്റ്റീൽ, സ്പെൽ ഫോർജ്ഡ്, പുക പോലെ ഇരുണ്ടതായിരുന്നു ബ്ലേഡ്. ഒന്നും ഒരു അരികിലുണ്ടായിരുന്നില്ല വാലിറിയൻ സ്റ്റീൽ. പിതാവ് തന്റെ കൈയുറകൾ തൊലി കളഞ്ഞ് ക്യാപ്റ്റൻ ജോറി കാസലിന് കൈമാറി. വീട്ടുകാവൽക്കാരൻ 2 കൈകളും കൊണ്ട് ഐസ് പിടിച്ച് അദ്ദേഹം പറഞ്ഞു, റോബർട്ടിന്റെ പേരിൽ ആൻഡലുകളുടെയും റോയ്നാറിന്റെയും രാജാവും അദ്ദേഹത്തിന്റെ പേരിൽ 1ാമനായ ബാരാത്തിയോൺ ഭവനവും, ആദ്യത്തെ പുരുഷന്മാർ 7 രാജ്യങ്ങളുടെ കർത്താവും സാമ്രാജ്യത്തിന്റെ സംരക്ഷകനും, വാക്കിനാൽ എഡ്വാർഡ് ഓഫ് ദ ഹൗസ് സ്റ്റാർക്ക്, ലോർഡ് ഓഫ് വിന്റർഫെൽ ആൻഡ് വാർഡൻ ഓഫ് ദ നോർത്ത്, ഞാൻ വാക്യം ചെയ്യുന്നു, നീ മരിക്കണം. അയാൾ വലിയ വാൾ തലയ്ക്ക് മുകളിൽ ഉയർത്തി. ബ്രാൻഡ് സഹോദരൻ ജോൺ സ്നോ അടുത്തേക്ക് നീങ്ങി. കുതിരയെ നന്നായി കയ്യിൽ കരുതുക, അദ്ദേഹം ഉറക്കെ നിലവിളിച്ചു. പിന്നെ തിരിഞ്ഞു നോക്കരുത്, ഉണ്ടെങ്കിൽ അച്ഛന് മനസ്സിലാകും. ബ്രാൻ തന്റെ കുതിരയെ നന്നായി കയ്യിൽ പിടിച്ചു. തിരിഞ്ഞു നോക്കിയില്ല. ഒരൊറ്റ സ്ട്രോക്ക് കൊണ്ട് പിതാവ് ആ മനുഷ്യന്റെ തല ഊരിമാറ്റി. ചുറ്റും രക്തം തളം കെട്ടിക്കിടക്കുന്നു. മഞ്ഞ്, സെർമർ വൈൻ പോലെ ചുവപ്പ്.
കുതിരകളിലൊന്ന് വളർത്തുകയും ബോൾട്ട് ചെയ്യുന്നത് ഒഴിവാക്കാൻ നിയന്ത്രിക്കേണ്ടി വരികയും ചെയ്തു. ബ്രാനിന് രക്തത്തിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. സ്റ്റെമ്പിന് ചുറ്റും മഞ്ഞ് അവൻ നോക്കിയപ്പോൾ ചുവന്നുപോയി. കട്ടിയുള്ള വേരുകളിൽ നിന്ന് തല കുനിഞ്ഞ് ഉരുട്ടി. അത് ഗ്രേജോയുടെ കാൽക്കലെത്തി. തിയോൻ ആയിരുന്നു എല്ലാം രസകരമാണെന്ന് തോന്നിയ 19 വയസ്സുള്ള മെലിഞ്ഞ ഇരുണ്ട ഒരു യുവാവ്. അവൻ ചിരിച്ചു, ബൂട്ട് വെച്ചു തലയിൽ തട്ടി. അത് വലിച്ചെറിഞ്ഞു. കഴുത! ജോൺ പിറുപിറുത്തു. ഗ്രേജോയ് കേൾക്കാത്ത വിധം താഴ്ന്നു. അയാൾ ബ്രാന്റെ തോളിൽ കൈവച്ചു. ബ്രാൻ തന്റെ ദുഷിച്ച സഹോദരനെ നോക്കി. നീ നന്നായി ചെയ്തു, ജോൺ അവനോട് പറഞ്ഞു ആത്മാർത്ഥമായി. ജോണിന് 14 വയസ്സായിരുന്നു. നീതിയിൽ ഒരു പഴയ കൈ. വിൻഡർഫെല്ലിലേക്കുള്ള നീണ്ട യാത്രയിൽ തണുപ്പ് അനുഭവപ്പെട്ടെങ്കിലും അപ്പോഴേക്കും കാറ്റില്ലാതായി. സൂര്യൻ ആകാശത്തിൽ കൂടുതൽ ഉയരത്തിലായിരുന്നു. ബ്രാൻ തന്റെ സഹോദരന്മാരോടൊപ്പം പ്രധാന പാതയ്ക്ക് വളരെ മുമ്പേ സവാരി ചെയ്തു. പാർട്ടി അവരുടെ കുതിരകളെ നിലനിർത്താൻ കഠിനമായി പാടുപെടുന്ന അവന്റെ കുതിര. രക്ഷപ്പെട്ടയാൾ ധീരമായി മരിച്ചു, റോബ് പറഞ്ഞു. അവൻ വലുതും വിശാലവും അനുദിനം വളരുന്നവനുമായിരുന്നു. അമ്മയുടെ നിറം, സുന്ദരിയായ ചർമ്മം, ചുവന്ന തവിട്ടു നിറമുള്ള മുടി, ടല്ലികളുടെ നീല കണ്ണുകൾ എന്നിവ ഉപയോഗിച്ച് റിവർ റൺ. കുറഞ്ഞത് അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നു. ഇല്ല, ജോൺ സ്നോ ശാന്തമായി പറഞ്ഞു. അതൊരു ധൈര്യമായിരുന്നില്ല. ഈ മനുഷ്യൻ ഭയന്നു മരിച്ചുപോയി. നിങ്ങൾക്ക് കഴിയും അതയാളുടെ കണ്ണുകളിൽ കാണുക, സ്റ്റാർക്ക്. ജോണിന്റെ കണ്ണുകൾ ചാരനിറമായിരുന്നു. അവ മിക്കവാറും കറുത്തതായി തോന്നി. ഒരു നിമിഷം കഴിഞ്ഞ് അവൻ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് മടങ്ങുകയായിരുന്നു. അവൻ മറ്റുള്ളവരിൽ നിന്ന് അകന്നുപോയിരിക്കണം, ജോൺ പറഞ്ഞു. അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടു. 6ാമത്തെ നായക്കുട്ടിയെ നോക്കി അവരുടെ പിതാവ് പറഞ്ഞു. അയാളുടെ രോമം വെളുത്തതായിരുന്നു. അവിടെ ബാക്കിയുള്ള മാലിന്യങ്ങൾ ചാരനിറമായിരുന്നു. അയാളുടെ കണ്ണുകൾ ചോര പോലെ ചുവന്നിരുന്നു. അന്ന് രാവിലെ മരിച്ചവർ. ഈ നായ്ക്കുട്ടിക്ക് മാത്രമുണ്ടാകുമെന്ന് ബ്രാൻ കരുതി. മറ്റുള്ളവർ അപ്പോഴും അന്ധരായിരുന്നപ്പോൾ അവൻ കണ്ണുകൾ തുറന്നു. ഒരു ആൽബനോ? തിയോൺ ഗ്രേജോയ് തമാശയോടെ പറഞ്ഞു. ഇതതിനേക്കാൾ വേഗത്തിൽ മരിക്കും മറ്റുള്ളവർ. ജോൺ സ്നോ തന്റെ പിതാവിന്റെ വാർഡിന് ഒരു നീണ്ട തണുത്ത രൂപം നൽകി. എനിക്ക് തോന്നുന്നില്ല ഗ്രേജോയ്, അയാൾ പറഞ്ഞു. ഇതെന്റേതാണ്.